ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്പോയിലറായി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഈ ചിത്രം ഇറങ്ങിയിട്ട് കുറേ ദിവസമായി. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ ഒരു സിനിമ കാണാൻ ശ്രമിച്ചത്. കണ്ടതിന് ശേഷം എനിക്ക് ചിത്രം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു ദുരന്തം സംഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു മരണമോ മറ്റോ സംഭവിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ബന്ധുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയുന്നതെന്നും മനുഷ്യരുടെ യഥാർത്ഥ സ്വഭാവമെല്ലാം പുറത്തു വരുന്നതെന്നും എന്നീ കാര്യങ്ങളെല്ലാമാണ് ഈ ചിത്രത്തിലൂടെ കാണിച്ചിരുന്നത്. സോ ഈ ഒരു കൊച്ചു ചിത്രം പേഴ്സണലായി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഡീറ്റെയിൽസിലേക്ക് വരാം. ഒന്ന്, മല്ലിക സുകുമാരൻ അവതരിപ്പിച്ച ആ അമ്മച്ചി എന്ന ക്യാരക്ടർ ഒരു ഫോൺ അഡിക്റ്റ് ആണെന്ന് പല സീനുകളിലൂടെയും കാണിച്ചിട്ടുണ്ട്. ഫോണിൽ സെൽഫിയും മറ്റും എടുത്തു വെച്ചിരിക്കുന്നതായും സ്ഥിരമായി ഫോണിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുമെല്ലാം കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതുകൂടാതെ ആ ക്യാരക്ടറിന്റെ ഫോൺ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ഒരു പേപ്പറിലായി ഒരു കണക്കോ മറ്റോ എഴുതിയിട്ടിരിക്കുന്നതായി, ആർക്കോ കൊടുക്കാനുള്ളതോ കിട്ടാനുള്ളതോ ആയിട്ടുള്ള പൈസയുടെ ബാലൻസും മറ്റും എഴുതിയിട്ടിരിക്കുന്നതായി കാണാം. സോ ഇത്തരത്തിലുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരും മറ്റും മുന്നേ ഇങ്ങനെയുള്ള കണക്കുകളും മറ്റും ബുക്കിലും മറ്റും എഴുതി സൂക്ഷിക്കുകയായിരുന്നു പതിവ്. എന്നാൽ ഈ ക്യാരക്ടർ ഒരു ഫോൺ അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിൽ എപ്പോഴുമുള്ള, താൻ എപ്പോഴും ഉപയോഗിക്കുന്ന ആ ഒരു ഫോണിൽ തന്നെയാണ് ഒരു പേപ്പറിൽ എഴുതിയിട്ടുള്ള കണക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ക്യാരക്ടർ ഇങ്ങനെ ഫോണെല്ലാം സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണെങ്കിലും ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് പോലും സ്വന്തമായി ഇടാൻ അറിയില്ല എന്ന് കാണിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള സ്മാർട്ട് ഫോണുകളിലും മറ്റും ഇപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകളും മറ്റും സൂക്ഷിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ടും അത് അറിയില്ല എന്ന് കാണിക്കുന്നത് പോലെയാണ് ഫോണെല്ലാം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഈ ഒരു ക്യാരക്ടർ ഒരു പേപ്പറിൽ കണക്ക് എഴുതിയിട്ട് അത് ഫോണിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായി കാണിച്ചതും. സോ ഇങ്ങനെ ഈ ഒരു ഫോണിലൂടെ തന്നെ ആ ഒരു ക്യാരക്ടറിന് മൊബൈലിനെ കുറിച്ചുള്ള അറിവും ആ ഒരു ക്യാരക്ടറിന്റെ സ്വഭാവത്തെക്കുറിച്ചെല്ലാം നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ മുരളി എന്ന ക്യാരക്ടർ ആ വീട്ടിൽ വെണ്ട, പയർ, വാഴ എന്നിവയെല്ലാം കൃഷി ചെയ്യുന്നുണ്ടെന്നും റബ്ബറിനെയും മറ്റും കൃഷി അയാൾക്കുണ്ടെന്നും മറ്റും കാണിക്കുന്നുണ്ട്. സോ ഇതുകൊണ്ടാകാം തുടക്കത്തിലെ ആ ഷോട്ട് കാണിക്കുമ്പോൾ തന്നെ അവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർഷകശ്രീ എന്നൊരു പുസ്തകം കിടക്കുന്നതായി കാണിക്കുന്നത്. മറ്റൊന്ന്, ആ പെയിന്റടിക്കാരൻ ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ അയാൾ 2 ദിവസങ്ങളിലും ഇടുന്ന ടീഷർട്ടിൽ ആ സീനുകളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതായി കാണാം. അതായത് ആദ്യത്തെ ദിവസം രാത്രി മുരളി മോളുടെ നിശ്ചയം നടക്കുന്നത് കൊണ്ട് ഇയാളെ പെയിന്റ് അടിക്കാനായി ക്ഷണിക്കുമ്പോൾ അയാൾ ഇട്ടിരിക്കുന്ന ടീഷർട്ടിലായി ഡോണ്ട് വറി, ലൈഫ് ഈസ് ടു ഷോർട്ട് ഫോർ ദാറ്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് വിഷമിക്കേണ്ട, ജീവിതം അതിന് വളരെ ചെറുതാണ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ വരികൾ ആ സമയത്തുള്ള മുരളിയുടെ നിശ്ചയത്തെക്കുറിച്ച് ഓർത്തുള്ള ടെൻഷനെക്കുറിച്ചും പിന്നീട് സംഭവിക്കുന്ന ആ മരണത്തെക്കുറിച്ചുമെല്ലാം സൂചിപ്പിക്കുന്ന പോലെയാണ് കാണിച്ചത്. ഇതുപോലെ തന്നെ പിറ്റേ ദിവസം അയാളിരുന്ന ടീഷർട്ടിലായി സോൾ ഓൺ ഫ്ലീക്ക് എന്ന് എഴുതി വെച്ചിരിക്കുന്നതായി കാണാം. ഈ സമയം അവിടെ ഒരു മരണം നടന്നിരിക്കുന്നതായും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. സോ ഈ സമയത്താണ് ആത്മാവുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടീഷർട്ട് ഇയാൾ ഇട്ടിരിക്കുന്നതായും കാണിക്കുന്നത്. സോ ഇങ്ങനെ ഈ ക്യാരക്ടർ 2 ദിവസവും ഇടുന്ന ടീഷർട്ടിൽ ആ സീനുകളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് കാണാം. മറ്റൊന്ന്, ബൈജു അവതരിപ്പിച്ചിരിക്കുന്ന വേണു എന്ന ക്യാരക്ടറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കുമാർ എന്ന ക്യാരക്ടർ ചിത്രത്തിൽ വരുന്നത്. ഇവർ രണ്ടുപേരും പലപ്പോഴും പല കാര്യങ്ങളിലും തർക്കിക്കുന്നതായും ഇവരുടെ രണ്ടുപേരുടെയും ചിന്താഗതികളും വ്യത്യസ്തമാണെന്നും കാണിച്ചിട്ടുണ്ട്. സോ ഈ ഒരു കാര്യത്തെ ഇവരുടെ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിലൂടെയും ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നതായി കാണാം. അതായത് ഈ വേണു എന്ന ക്യാരക്ടർ സ്ത്രീകളെ എപ്പോഴും അടച്ചാക്ഷേപിക്കുന്നത് പോലെ അവർക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും കൊടുക്കാതെ അവർ സംസാരിക്കുമ്പോഴും മറ്റും എന്തെങ്കിലും പറയുമ്പോഴും മറ്റും എപ്പോഴും എതിർക്കുന്നതായും മിണ്ടാതിരിക്കാനും അകത്തേക്ക് കയറിപ്പോകാനുമെല്ലാം പറയുന്നതായി കാണാം. എന്നാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കുമാർ എന്ന ക്യാരക്ടർ ആ മരണ വീട്ടിലേക്ക് ഒരു മെമ്പറെയോ മറ്റോ ക്ഷണിക്കുമ്പോൾ അവളോട് നിങ്ങൾ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വരണം എന്നെല്ലാം പറയുന്നുണ്ട്. അതായത് വേണു എന്ന ക്യാരക്ടർ സ്ത്രീകളുടെ ഉയർച്ചയെ എതിർക്കുമ്പോൾ കുമാർ സ്ത്രീകളോട് മുൻപന്തിയിലേക്ക് വരാനായിട്ടാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് വേണു എന്ന ക്യാരക്ടറിനെയും മുരളിയെയും കാണിച്ചിരിക്കുന്നതും. ഈ വേണു എന്ന ക്യാരക്ടറിനെ വളരെ അധികാരമുള്ള, വാക്സാമർത്ഥ്യമുള്ള, തൻ്റെ ഇടമുള്ള ഒരാളായിട്ട് കാണിക്കുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വേണു എന്ത് പറയുന്നോ അതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു അടിമയെ കൂട്ടാണ് മുരളിയെ ആദ്യമെല്ലാം കാണിച്ചിരുന്നത്. സോ ഈ ഒരു കാര്യം ഡീറ്റെയിൽ ചെയ്യുന്നത് പോലെയാണ് ഇവരുടെ രണ്ടുപേരുടെയും വീടും കാണിച്ചിരുന്നത്. അതായത് വളരെ അധികാരമൊന്നുമില്ലാതെ എല്ലാം അനുസരിക്കുന്ന ഒരാളെന്ന രീതിയിൽ മുരളിയെ കാണിക്കുമ്പോൾ അയാളുടെ വീട് ഒരു സാധാരണ വീടായി കാണിക്കുകയും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇത്തരം അധികാരങ്ങളും മറ്റുമുള്ള എല്ലാവരെയും അനുസരിപ്പിക്കുന്ന ആളായി വേണുവിനെ കാണിക്കുമ്പോൾ അയാളുടെ അധികാരത്തിനെയും മറ്റുള്ളവരുടെ മേലെയുള്ള ആ പവറിനെയും എല്ലാം ആ ഒരൊറ്റ സീനിൽ മാത്രം കാണിച്ചിരിക്കുന്ന ആ ഒരു വലിയ വീട് കൊണ്ട് സൂചിപ്പിക്കുന്നതായി കാണാം. മറ്റൊരു ഭാഗത്ത് ആ ചിതയ്ക്ക് വേണ്ടി സ്ഥലമൊരുക്കുമ്പോൾ ഒരാൾ പ്ലാവ് വെട്ടാനായി പറയുന്നുണ്ട്. പിന്നീട് ശക്തി വെട്ടിയിട്ട വിറകിൽ നിന്നും കുറച്ച് അയാൾ എടുത്തുകൊണ്ടു പോവുകയും അത് താൻ കൊണ്ടുവന്ന റബ്ബർ വിറകാണെന്ന് പറയുന്നുമുണ്ട്. സോ ഈ ഒരു കാര്യം അവിടെ അമ്മച്ചി മരണപ്പെട്ടതിന്റെ പോസ്റ്റർ ഒട്ടിക്കുമ്പോഴും മറ്റും ഇയാൾ ആ വിറക് കഷ്ണം സൈക്കിളിൽ വെച്ച് കൊണ്ടുപോകുന്നതിലൂടെ കാണിച്ചിരുന്നു.
അഞ്ജലി എന്ന ക്യാരക്ടർ ഈ അമ്മച്ചിയോട് എന്തുകൊണ്ടാണ് കാതിൽ കമ്മലിടാത്തത് എന്ന് ചോദിക്കുമ്പോൾ കാത് പഴുത്തിരിക്കുവാണ്, വേദനയാണ് എന്ന് പറയുകയും അഞ്ജലി എന്നാൽ ഈ കമ്മൽ എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ആർക്കും തരില്ല, ഇത് മരിക്കുന്നിടം വരെ എനിക്ക് വേണം എന്ന് പറയുന്നുമുണ്ട്. പിന്നീട് സിനിമയുടെ അവസാനം വേദനയെല്ലാം മാറ്റിവെച്ച് അവർ മരണപ്പെട്ടതിന് ശേഷം ചിതയിൽ ദഹിപ്പിക്കുമ്പോൾ അഞ്ജലി ഈ കമ്മൽ അവരുടെ കാതിൽ അണിയിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം വരുന്ന ഒരു സീനിൽ ഇവരൊരുമിച്ചുള്ള മുന്നേ ഉള്ള ഒരു രംഗം കാണിക്കുമ്പോൾ അമ്മച്ചി ഡാൻസ് കളിക്കുകയും പെട്ടെന്ന് കാത് തട്ടുകയും വേദന കൊണ്ട് ആ കമ്മൽ അഞ്ജലി ഊരിക്കൊടുക്കുകയും ആ കമ്മൽ അമ്മച്ചി കയ്യിൽ പിടിച്ചിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സീൻ കാണിച്ചതെന്ന് വെച്ചാൽ ആ അമ്മച്ചിക്ക് ആ കമ്മൽ ഒരുപാട് പ്രിയപ്പെട്ടതാണെങ്കിൽ കൂടി തൻ്റെ ശരീരത്തിന് ബുദ്ധിമുട്ടായപ്പോൾ തനിക്കത് വേദനയായി തോന്നിയപ്പോൾ ആ ഒരു കാര്യത്തെ അകറ്റി നിർത്തുകയാണ്, മാറ്റിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. സിനിമയിൽ ഉടനീളം കാണിച്ചിരുന്നതും മുരളി തൻ്റെ മകളുടെ വിവാഹം നടക്കാൻ വേണ്ടി വേണു പറയുന്നതെല്ലാം സഹിച്ച് ബുദ്ധിമുട്ടി കഴിയുന്നതായിട്ടാണ്. അതുപോലെ തന്നെ തൻ്റെ മാമിയുടെ ശവസംസ്കാര ചടങ്ങ് മര്യാദയ്ക്ക് നടക്കാൻ വേണ്ടി പല ബന്ധുക്കളെയും മിത്രങ്ങളെയും എല്ലാം സഹിച്ച് ഒന്നും മിണ്ടാതെ കഴിയുന്നതായിട്ടാണ് കാണിച്ചിരുന്നത്. എന്നാൽ സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് അയാൾ ഇതിൽ നിന്നെല്ലാം മാറി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായാലും സാരമില്ല എന്നുള്ള രീതിയിൽ തനിക്ക് പറയാനുള്ളതെല്ലാം തുറന്നടിച്ച് പറയുന്നതായി കാണിച്ചത്. സോ ഇതിൻ്റെ ഒരു സിംബോളിസമാണ് ആ കമ്മലിലൂടെ കാണിച്ചത്. അതായത് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും അതിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതിയ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് കരുതുന്ന ആഭരണമാണെങ്കിലും അതല്ല ബന്ധുമിത്രാദികളാണെങ്കിലും എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും എത്ര വേണ്ടപ്പെട്ടതാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ദോഷമായിട്ട് വരികയാണെങ്കിൽ അതിനെല്ലാം സഹിച്ചങ്ങ് കഴിയുകയല്ല, പകരം അതിനെ അങ്ങ് മാറ്റി നിർത്തുകയും പറയേണ്ടത് പറയുകയും ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്ത് അതിനെ അങ്ങ് മാറ്റി നിർത്തുകയും നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുകയുമാണ് ചെയ്യേണ്ടതെന്നാണ് ആ ഊരിയെടുത്ത കമ്മലിലൂടെയും മുരളിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റത്തിലൂടെയുമെല്ലാം ഒരു മെസ്സേജ് പോലെ സിനിമയിലൂടെ തന്നത്. അതുപോലെ തന്നെയുള്ള മറ്റൊന്ന്, സിനിമയുടെ തുടക്കത്തിൽ മുരളി എല്ലാവരെയും ഭയന്നും മറ്റും കഴിയുന്ന സമയം, ആ ഒരു പാവത്താനായി കഴിയുന്ന സമയത്ത് മുരളി അത് തന്റെ മാമിയുടെ വീടാണ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അച്ഛൻ മാത്രം ഇപ്പൊ ഇങ്ങനെ ഒരു കടയിട്ട് അമ്മയുടെ വീട്ടിൽ വന്ന് താമസിച്ച്. എന്നാൽ സിനിമയുടെ അവസാന ഭാഗത്ത് എല്ലാവരെയും എതിർത്ത് സധൈര്യം സംസാരിക്കുന്ന സമയം മുരളി അധികാരത്തോടു കൂടി തന്നെ ഇത് തന്റെ വീടാണ് എന്ന് പറയുന്നതായി കാണാം. സോ ആ ക്യാരക്ടറിന് വന്നിരിക്കുന്ന മാറ്റത്തിൽ ഇത്തരത്തിൽ മറ്റൊരാളുടെ വീട് എന്ന് കരുതിയെടുത്തതെന്നും സ്വന്തം വീടാണ് എന്ന ഉറച്ച വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നതായി കൂടി കാണിക്കുന്നുണ്ട്. അടുത്തത്, ശക്തി എന്ന ക്യാരക്ടർ ആ ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്നും കഞ്ഞിവെള്ളം മേടിച്ചതിന് ശേഷം അവരുടെ നമ്പരും മറ്റും മേടിച്ച് സേവ് ചെയ്യുന്നതായി കാണാം. സോ അവിടെ ആ നമ്പർ സേവ് ചെയ്തിട്ടിരിക്കുന്നത് അക്കൻ 05 എന്നാണ്. സോ അതിൽ നിന്നും ഈ ഒരു ക്യാരക്ടറിന് ഈ ചേച്ചിയെ കൂടാതെ മറ്റു 4 അക്കമാരോടും കൂടി കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇത് മാത്രമല്ല, പോലീസുകാരൻ ആ ഒരു മെസ്സേജ് അയച്ചു കൊടുക്കുന്ന സമയം ശക്തി മുന്നേ അയച്ചിരിക്കുന്ന മെസ്സേജുകൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ഫേസ് മാത്രം മതിയോ വേറെ വല്ലതും വേണോ എന്നിങ്ങനെയുള്ള മറ്റു പല അർത്ഥങ്ങളിലും മെസ്സേജുകൾ അയച്ചിട്ടുണ്ടെന്നും കാണാം. മറ്റൊന്ന്, അഞ്ജലിയും അമ്മയുടെ അനിയത്തിയുടെ മോളുമെല്ലാം ആ വീട്ടിൽ വിശന്നു വലഞ്ഞിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു കാര്യം ഡീറ്റെയിൽ ചെയ്യുന്നത് പോലെയാണ് പിന്നീട് സുഹൈൽ മുഹമ്മദ് അങ്ങോട്ടേക്ക് വെള്ളവും കൊണ്ടുവരുമ്പോൾ വിശന്നും ദാഹിച്ചുമെല്ലാം വലഞ്ഞിരുന്ന ഈ പെൺകുട്ടി പെട്ടെന്ന് തന്നെ അത് എടുക്കുന്നതായി കാണിക്കുന്നത്. സോ ഒരു മരണ വീട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു ദുരന്ത സ്ഥലത്ത് നടക്കുന്ന യഥാർത്ഥ കാര്യങ്ങൾ അത് മുതലെടുക്കാനായി ശ്രമിക്കുന്നവർ, അധികാരം കാണിക്കുന്നവർ, അധികാരം കിട്ടാനും തങ്ങൾ അതിലെല്ലാം പങ്കെടുക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാനും വേണ്ടി അതിലേക്ക് ഇടപെടുന്നവർ, ആ ഒരു ദുരന്തത്തിന്റെ ഇടയിൽ വന്നുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള സ്വാർത്ഥ ലാഭങ്ങൾ നോക്കുന്നവർ, ബന്ധുക്കളായിരുന്നിട്ട് പോലും പണത്തിന് വേണ്ടി ആ ഒരു ദുരന്തത്തെ മുതലെടുക്കുന്നവർ, ഒരു കാര്യമില്ലേലും എല്ലാത്തിലും കുറ്റം പറഞ്ഞ് അഭിപ്രായം പറഞ്ഞ് നടക്കുന്നവർ, അന്ധവിശ്വാസം ഉള്ളതുകൊണ്ട് ആ ഒരു മരണത്തെ പോലും തെറ്റായിട്ട് കരുതുന്നവർ, ദോഷമായിട്ട് കരുതുന്നവർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായും മനോഹരമായും കാണിച്ചിട്ടുള്ളതായിരുന്നു ഈ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്നുള്ള ചിത്രം. സോ ചിത്രം എനിക്ക് പേഴ്സണലായി ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങൾക്ക് എന്താണ് ഈ ചിത്രത്തെക്കുറിച്ച് തോന്നിയിട്ടുള്ളതെന്നും ഈ ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പെടുത്തുക. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.